ക്രിസ്തുവേശുവിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്നത്തെ വചന ധ്യാനത്തിനായി ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 40-ാം വാക്യം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. നമുക്ക് ഈ വേദഭാഗം വളരെ സുപരിചിതമാണ്, നമ്മളൊക്കെയും വായിച്ചിട്ടുള്ളതാണ്. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള, കർത്താവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്ന ഒരു വേദഭാഗമാണ്, വാക്യമാണ്. യേശുവിൻ്റെ ബാല്യം എങ്ങനെയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഈ ഒരു വാക്യം എടുത്ത് ധ്യാനിച്ചാൽ ഇത് നമ്മളോട് ചിലത് ഇപ്പോൾ സംസാരിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ചുകൊണ്ട് ഈ വചനമെടുത്ത് ധ്യാനിക്കാം എന്ന് ആഗ്രഹിക്കുന്നു. ഈ വചനത്തിൻ്റെ ആദ്യ ഭാഗം പൈതൽ വളർന്നു. നമുക്കറിയാം, ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ പല കാലഘട്ടങ്ങളുണ്ട്. അതിനെ പലതായിട്ട് നമ്മൾ പല പേരുകൾ വിളിക്കും ആ കാലഘട്ടത്തിനൊക്കെ. ഒന്ന് ഒരു പൈതൽ കാലഘട്ടമാണ്, കുട്ടികളായിരിക്കുന്ന ഒരു കാലഘട്ടം. അത് ഏകദേശം 1 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമാണ്. രണ്ടാമത് കൗമാര കാലഘട്ടം. കൗമാര കാലഘട്ടം പറയപ്പെടുന്നത് 13 മുതൽ ഏകദേശം 19 വയസ്സ് വരെയാണ്. അതിനുശേഷമാണ് യൗവന കാലഘട്ടം, 15 മുതൽ 45 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടം. 45 വയസ്സിന് മുകളിലോട്ടുള്ളവരെ വാർദ്ധക്യം അല്ലെങ്കിൽ വാർദ്ധക്യ പ്രായത്തിലേക്ക് കടന്നു എന്ന് നമ്മൾ പറയും. ഇവിടെ പറയുന്നത് പൈതൽ വളർന്നു, അതായത് മനുഷ്യൻ്റെ ഏറ്റവും വളർച്ച നടക്കുന്നൊരു കാലഘട്ടമാണ് 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം. അത് ശാരീരികമായും മാനസികമായും ബുദ്ധിപരമായും ഒക്കെ ഒരു കുഞ്ഞ് ഭൂമിയിൽ ജനിച്ചതിന് ശേഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അയാൾ വളരുന്നൊരു കാലഘട്ടം 1 വയസ്സിനും 3 വയസ്സിനും ഇടയിലാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. അപ്പോൾ വചനം പറയാണ് പൈതൽ വളർന്നു എന്ന് പറയുമ്പോൾ ഈ വചനം നമ്മോട് സംസാരിക്കുന്നത് നമ്മളും ഈ പൈതലിനെ പോലെ ആയിരിക്കണം. പൈതലായാലേ വളർച്ച ലഭിക്കത്തുള്ളൂ. വചനം ഇതും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 13, 14, 15 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഭാഗം അറിയാവുന്നതാണ്. അവൻ തൊടയേണ്ടതിന് ചിലർ ശിശുക്കളെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശിഷ്യന്മാരോ അവനെ ശാസിച്ചു. യേശു അത് കണ്ടാറെ മുഷിഞ്ഞവരോട്, ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടുക്കരുത്. ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതല്ലോ. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവൻ ആരും ഒരു നാളും അതിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശിശുക്കളെ പോലെയാകുക, ദൈവസന്നിധിയിൽ ഒരു പൈതലിനെ പോലെയാകുക, ഒരു കുഞ്ഞിനെ പോലെയാകുക ദൈവം ആഗ്രഹിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മുടെ മനോഭാവം ദൈവസന്നിധിയിൽ ശിശുക്കളെ പോലെ ആയിരിക്കുക. നമുക്കറിയാം, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം എടുക്കുവാണെങ്കിൽ, തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും, തന്നെത്താൻ താഴ്ത്തുന്നവനൊക്കെയും ഉയർത്തപ്പെടുമെന്നുള്ളൊരു വചനം നമുക്കവിടെ കാണാം. അപ്പം ദൈവസന്നിധിയിൽ നമ്മളൊരു പൈതലിനെ പോലെ ആയിരിക്കണം. ഒരാൾ ജനിച്ചതിന് ശേഷമുള്ള ഏറ്റവും അടുത്ത വർഷങ്ങളിലാണല്ലോ അയാളെ പൈതൽ എന്ന് വിളിക്കപ്പെടുന്നത്. അതായത് 1 വയസ്സ് മുതൽ 13 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടം. അപ്പോൾ ഇത് ജനനവുമായി ഏറ്റവും അടുത്ത് കിടക്കുന്നൊരു കാലഘട്ടമാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് നമുക്കറിയാം, കർത്താവ് വീണ്ടും ജനനത്തെക്കുറിച്ച് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. വീണ്ടും ജനനത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളിലാണ്. നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു പരീശനും പ്രമാണിയുമായൊരു മനുഷ്യൻ, അവൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് കർത്താവിനോട് സംസാരിക്കാൻ വരുന്നു. നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നവൻ ആണ് എന്ന് ഞാൻ അറിയുന്നു, അല്ലെങ്കിൽ ഈ അടയാളങ്ങളൊന്നും നിനക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ യേശു പറയാണ്, ആമേൻ ആമേൻ. യോഹന്നാൻ 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം, ആമേൻ ആമേൻ, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല. നിക്കോദിമോസ് ഇത് കേട്ട് വളരെയധികം ചഞ്ചലപ്പെട്ടു. നിക്കോദിമോസ് ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു.
യേശു മറുപടി പറയാം, ആമേൻ ആമേൻ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. അപ്പം വീണ്ടും ജനിക്കുക. അപ്പോൾ നിക്കോദിമോസിൻ്റെ ഒരു പ്രായം, ഒരു കാലഘട്ടം, ജീവിത കാലഘട്ടം വൃദ്ധനാണെന്ന് ഞാനങ്ങ് കരുതുന്നു. അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം തിരിച്ച് യേശുവിനോട് ചോദിക്കില്ലല്ലോ, വൃദ്ധനായ ശേഷം ഞാൻ എങ്ങനെ വീണ്ടും ജനിക്കും? നിങ്ങൾ ആ 3-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ നിക്കോദിമോസിൻ്റെ അന്നാരത്തെ ജീവിത നിലവാരത്തെ കാണാം. പരീശന്മാരുടെ കൂട്ടത്തിലുള്ളവനാണ്, യഹൂദന്മാരിൽ ഒരു പ്രമാണിയുമാണ്, സമൂഹത്തിൽ ഏറ്റവും ഉന്നതനായ മനുഷ്യനാണ്, ഏറ്റവും പ്രൗഢിയോടെ ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ആ മനുഷ്യനോട് കർത്താവ് പറയാം, നീ വീണ്ടും ജനിച്ച് ഒരു ശിശുവിനെ പോലെയാകണം. എങ്ങനെയാ വീണ്ടും ജനിക്കുന്നതെന്നും കർത്താവ് അവിടെ പറയാം. വെള്ളത്താലും ആത്മാവിനാലും, ജലത്താലുള്ള സ്നാനം, പരിശുദ്ധാത്മാവിനാലുള്ള സ്നാനം. ഇതിന് മുഖാന്തരമായി തീരുന്നത് മാനസാന്തരമാണ്. എൻ്റെ പാപ ജീവിതത്തിൽ നിന്നും എനിക്കൊരു മാറ്റം വന്നു എന്ന് ദൈവസന്നിധിയിൽ പ്രഖ്യാപിച്ച് സ്നാനത്തിലേക്ക് കടക്കുക. അപ്പോൾ വീണ്ടും ജനിച്ച ഒരുവനേ ഉള്ളൂ ദൈവസന്നിധിയിൽ. പിന്നെ അവൻ്റെ കാലഘട്ടം ശിശുവായിരിക്കുക എന്നുള്ളതാണ്. ഇന്ന് ഈ വചനം ധ്യാനിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവസന്നിധിയിലെ നമ്മുടെ മനോഭാവം ഒരു ശിശുവായിരിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിൽ ആത്മീകമായി നമുക്ക് വളരുവാൻ കഴിയാത്തത് നമ്മുടെ ഈ മനോഭാവത്തിൻ്റെ പ്രശ്നമാണോ? ദൈവസന്നിധിയിൽ അനേകം നാളുകൾ ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ലഭിക്കാത്തത് എൻ്റെ ദൈവസന്നിധിയിലുള്ളൊരു മനോഭാവത്തിൻ്റെ വിഷയമാണോ? ഒന്ന് നമുക്ക് ചിന്തിക്കാം, ഞാൻ ശിശുവാണെങ്കിൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്. ഞാൻ ശിശുവായിട്ട് അവൻ്റെ മുന്നിൽ നിൽക്കുകയാണെങ്കിൽ, ഞാൻ എത്ര പിന്മാറിപ്പോയവനാണേലും അപ്പൻ്റെ സന്നിധിയിൽ നിന്ന് പിന്മാറിപ്പോയ മകനെ വിശേഷ വസ്ത്രവും മുദ്രമോതിരവും ധരിപ്പിച്ച് അവൻ്റെ വരവ് ആഘോഷിക്കുന്ന ഒരു അപ്പനെ നമുക്ക് സുവിശേഷങ്ങളിൽ കാണാം. ഇന്ന് ദൈവസന്നിധിയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ജനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മനോഭാവം പലപ്പോഴും കർത്താവേ അങ്ങ് ആഗ്രഹിക്കുന്ന നിലയിലല്ലായിരുന്നു. ഒരു ശിശുവിനെ പോലെ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവരാജ്യത്തിലേക്ക് കടപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആത്മീകമായി വളരുവാൻ കഴിയാതെ പലപ്പോഴും അങ്ങ് പലതും ഞങ്ങൾക്ക് നൽകുവാൻ ആഗ്രഹിച്ചിട്ടും ഞങ്ങളുടെ മനോഭാവം അങ്ങേ ഞങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയല്ലോ കർത്താവേ. ഇന്ന് ഞങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു, ഒരു കുഞ്ഞിനെ പോലെ ഓടി. കർത്താവേ, ഈ വചനം ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിക്കും ഏറ്റവും വിടുതലും മുതൽക്കൂട്ടുമായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ.